നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ആറ്റൂർ അർഫ സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും PTA വാർഷിക യോഗവും സംഘടിപ്പിച്ചു. P. വാഹിദ് IPS പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ വിദ്യാർത്ഥികൾ കൂടുതലായും മൊബൈൽ ഫോണുകളിലെ റീലുകളും ഷോർട്ട് വീഡിയോകളുമാണ് കാണുന്നതെന്നും അതിന്റെ ഫലമായി ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കുറയുകയാണെന്നും ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡർ P. വാഹിദ് IPS പറഞ്ഞു. തിരുത്താൻ ശ്രമിക്കുന്ന, സങ്കടത്തിലും സന്തോഷത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ വിജയത്തിൽ നമ്മളെ അഭിനന്ദിക്കുന്ന, പരാജയത്തിൽ നമ്മളെ സമാധാനിപ്പിക്കുന്ന എത്ര സുഹൃത്തുക്കൾ നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ നോക്കണം. ആ സൗഹൃദങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് ഉണ്ടാകുന്നത്. അതാണ് വിദ്യാലയത്തിൽ നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പല സുഹൃത്തുക്കളും നിങ്ങൾക്ക് ആജീവനാന്ത സുഹൃത്തുക്കളായിട്ട് മാറേണ്ടവരാണ്. നല്ല കൂട്ടുകെട്ടുകളുടെ പ്രാധാന്യം അവിടെയാണ്. ഇപ്പോൾ മയക്കുമരുന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 79% കുട്ടികളും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് കടക്കുന്നത് സൗഹൃദങ്ങളുടെ സ്വാധീനം കൊണ്ടാണ്. ആ സൗഹൃദം നമ്മളെ നല്ല വഴിക്ക് നയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഒരു നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ തിരിച്ചു വിളിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ കമ്മ്യൂണിറ്റിയിൽ, പൊതുസമൂഹത്തിൽ എങ്ങനെ നമ്മൾക്ക് ജീവിക്കണം എന്നുള്ളതാണ്. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, അതുപോലെ തന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അവൻ്റെ വിജയത്തിൽ സന്തോഷിക്കുക, ദോഷത്തിൽ അല്ലെങ്കിൽ അവൻ്റെ പരാജയത്തിൽ അവനെ നമ്മൾ സമാധാനപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. ഇത്തരം സാഹചര്യങ്ങൾ ചില വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ദുശീലങ്ങളിലേക്ക് വഴിതെളിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആറ്റൂർ അർഫ സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും PTA വാർഷിക യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഷജമീന രജീഷ്, ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, ഡയറക്ടർ ബോർഡ് അംഗം ഹുസൈൻ ചെറുതുരുത്തി, അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ റഷീദ് ഫൈസി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MA ജാസ് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രിൻസിപ്പൽ C. രമ നന്ദിയും രേഖപ്പെടുത്തി. ഇന്നും തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ കീനോട്ട് അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം നടത്തേണ്ട ജനറൽ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിറങ്ങി കൊച്ചിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സാറിന് പോകണം അത്യാവശ്യമുള്ളതുകൊണ്ട് നമ്മൾ സാറിനെ ഇവിടെ ക്ഷണിച്ചു വരുത്തി. കാരണം ഗവൺമെൻറ് ജോലിയാണ്, ഉദ്യോഗസ്ഥരാണ്, അവർക്ക് അവരുടേതായ പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് സാറിനെ വൈകിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മൾ സമയത്തിന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേയൊക്കെ ഇവിടുന്ന് പോകുന്ന കുട്ടികളോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തന്നെയും വളരെയധികം നിങ്ങളിപ്പോൾ മാർക്കൊക്കെ വാങ്ങി, വളരെയധികം കഷ്ടപ്പെട്ട് തരക്കേടില്ലാത്ത മാർക്കൊക്കെ വാങ്ങി വിജയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.